നമസ്കാരം, ഞാൻ രേവതി. ഞാനിപ്പോൾ ഉള്ളത് മാതാ കോളേജിലാണ്. 2025 ക്രിസ്മസ് പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾ ഗംഭീരമായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമായി നമുക്ക് റാലി കണ്ടിട്ട് തിരിച്ചു വരാം. ക്രിസ്മസ് റാലി ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് കാട്ടാക്കട CSI ചർച്ചിന് മുന്നിലാണ്. ഇവിടുത്തെ പാരിഷ് ഹാളിലാണ് ഞങ്ങളുടെ ബാക്കി ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മുടെ ചീഫ് ഗസ്റ്റായ ബെല്ല അച്ഛൻ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ஜபம் என்பவருக்கு வரம் என்பவராய் உண்மையின் உறுதுணையாய் ஊக்கத்தின் ஒன்றுகளாய் எண்ணிலாய் எல்லாரையும் உங்களையும் என்னையும் இங்க இருக்கின்ற ஒவ்வொருவரையும் பெற்ற வழி நடத்திய பெற்ற வழி நடத்துகிற பெற்ற வழி நடத்த இருக்கின்ற உங்கள் பெருமான் என்னுடைய பெருமான் இயேசு பெருமானை போற்றி வணங்குகிறேன். Happy birthday, happy birthday, we wish you a happy birthday. May God bless you, sha-la-la-la. May God bless you, sha-la-la-la. May God bless you, sha-la-la-la. We wish you a happy birthday. We wish you a happy birthday. Many happy returns of the day, dear Sahodari. God bless you, God bless you, God bless you. Happy birthday to you. God bless you, God bless you, God bless you. May God bless us, sha-la-la-la. May God bless you, sha-la-la-la. May God bless you, sha-la-la-la. We wish you a happy birthday. Undishwari, happy birthday. God bless us, God bless you, my dear people. God bless you, God bless you, God bless you. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ അച്ഛനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിലും നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ബെല്ല അച്ഛൻ എന്ന് ഞാനത് ആവർത്തിച്ച് പറയുകയാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് അച്ഛന്മാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇത് ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു അച്ഛൻ. തമിഴ്നാട്, അവിടെ നിന്ന് കേരളത്തിലെത്തി വളരെയധികം ബ്ലെസ്സിങ്. നിങ്ങൾക്കൊക്കെ അച്ഛനെ ഒന്ന് കാണണമെങ്കിലോ ബ്ലെസ്സിങ് വാങ്ങണമെങ്കിലോ അത് വളരെ അനുഗ്രഹപ്പെട്ടമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ എന്ത് കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു വ്യക്തിയുമാണ് നമ്മുടെ ബെല്ല അച്ഛൻ. അത് അച്ഛനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ കോളേജിന്റെ കാര്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഞാൻ ഇന്നലെ അന്വേഷിച്ച് പോയിട്ട് അച്ഛനെ കാണാൻ സാധിച്ചില്ല, വിളിച്ചിട്ട് കിട്ടിയില്ല. എന്തായാലും എനിക്കൊരു ചെറിയ മെസ്സേജ് കിട്ടി. അപ്പൊ എന്തായാലും അച്ഛൻ വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. അത് എൻ്റെ കോളേജിന്റെ പേരിലും എൻ്റെ ഫാമിലി മാതാ ഫാമിലിയുടെ എല്ലാവരുടെ പേരിലും ആദ്യമായിട്ട് അച്ഛന് ഞാൻ നന്ദി പറയുന്നു. വളരെ സന്തോഷം. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പ്രോഗ്രാം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ചൈനയിലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വ്യത്യസ്തമായ കുറെ കാര്യങ്ങൾ ഈ വർഷം കാണാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാം ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും അവരുടെ അടുത്ത് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു.
അതിൽ ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ അഖിൽ സാറ്, അതേപോലെ നമ്മുടെ അലക്സേട്ടൻ, നമ്മുടെ പ്രിൻസിപ്പൽ. ഞാൻ ഇവിടെ ഒരു 3 വർഷം 4 വർഷം ഒറ്റയ്ക്ക് നിന്ന് അമ്മയുടെ കൂടെ കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഇവര് വന്നതിന് ശേഷം ഞാനൊരു മടിയനായിരുന്നു. അതാണ് ശരിക്കും പറയാനുള്ളത്. ഇവര് വന്നതിന് ശേഷം എനിക്കൊരു പണിയില്ല. അതൊരു എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. ഇവരെ പോലെയുള്ള ഒരു നല്ല സ്റ്റാഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ചേച്ചി, അനിയൻ. അപ്പൊ അതില് വളരെ സന്തോഷം എനിക്കുണ്ട്. പിന്നെ നിങ്ങളെ പോലുള്ള കുട്ടികളെ കിട്ടിയതിലും ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൽ ആക്റ്റീവായി നല്ല ഗംഭീരമായുള്ള കാഴ്ചപ്പാട് വയ്ക്കാൻ നിങ്ങളെ പോലെയുള്ള കുട്ടികളെ കിട്ടിയതിലും വളരെ സന്തോഷം. അതേപോലെ നമ്മുടെ മീഡിയ ചേട്ടന്മാര്, അവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. കാരണം അവരും നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെഡിക്കൽ ഫെസ്റ്റ് 2025 നമ്മൾ മെഡിക്കൽ ഫെസ്റ്റ് വെച്ചിട്ടില്ല. ചില ബുദ്ധിമുട്ടുകൾ കാരണം മെഡിക്കൽ ഫെസ്റ്റ് നമ്മൾ 26 മാറ്റി. അപ്പോൾ ഈ വരുന്ന ജാനുവരി ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഏകദേശം 15-ാം തീയതിക്ക് അടുപ്പിച്ച് നമ്മുടെ മെഡിക്കൽ ഫെസ്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങളെ എല്ലാവരുടെയും നിങ്ങൾ കണ്ടു കാണാം. കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ ഫെസ്റ്റ് എത്ര ഗംഭീരമായിരുന്നു. അതിനേക്കാളും അപ്പുറം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചാരിറ്റി പ്രോഗ്രാം നിങ്ങളുടെ സപ്പോർട്ടോടുകൂടെ, ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും സപ്പോർട്ട് കൂടെ നമുക്കത് അതിനേക്കാളും ഗംഭീരമാക്കി മാറ്റണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആരും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകും. മാതാ കോളേജിനോടൊപ്പം, മദർ തെരേസ ഫൗണ്ടേഷനോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സന്തോഷവും ഹാപ്പിനെസ് എല്ലാം നമ്മുടെ ഒരു കോളേജിന്റെ കൂടെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നന്ദി. ഞാൻ ജിജി ജോസഫ്. ഞാനും എൻ്റെ ടീംസ് എല്ലാം കൂടെ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിച്ചു. രാവിലെ റാലി നമ്മുടെ കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. CSI ഹാളിൽ ചെന്ന് അവസാനിക്കുകയും അവിടെ ഗംഭീരമായ ഫങ്ഷൻസ്, പിള്ളേരുടെ കലാപരിപാടികൾ, പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ തിരഞ്ഞെടുത്ത് അവരെ പരസ്പരം ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും കേക്ക് കട്ടിങ്, അങ്ങനെയുള്ള വിവിധ ഇനത്തിലുള്ള പരിപാടികളെല്ലാം നടന്നു കഴിഞ്ഞു. എന്തായാലും പരിപാടി വളരെ ഗംഭീരമായിരുന്നു. ഇതിൽ ഇത്രയും ഗംഭീരമായിട്ട് ഈ പരിപാടിയൊക്കെ ഡെക്കറേഷനിൽ ചെയ്യിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ മാതാ കോളേജിലെ ഈ വർഷത്തെ ക്രിസ്മസ് പരിപാടി ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പ്രോഗ്രാമുമായി വീണ്ടും കാണും വരെ തൽക്കാലം രേവതി സൈനിങ് ഓഫ്.